Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? എന്താണ് നിങ്ങൾക്കുള്ള സൈക്കിക് മെസ്സേജ് or spirit message? Let's see what you need to hear right now. So let's see how I can help you with my spirit message about your current situation. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഫീൽ ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്? ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ എനർജി. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്? വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ? വാട്ട്സ് ദ അഡ്വൈസ് ഫ്രം ദി സ്പിരിറ്റ്? ഓക്കെ, സോ ഫോക്കസ്. ഈ സമയം നിങ്ങൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സോ കാരണം നിങ്ങൾ എന്തിലേക്കാണോ ചിന്തിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ എനർജി ഒരുപാട് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിലേക്കായിരിക്കും നിങ്ങളുടെ എനർജി ഒരുപാട് പോകുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഈ സമയം എവിടെയാണോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ആരുടെ കൂടെയാണ് നിൽക്കുന്നത്, ഓക്കെ, ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടൊരു ആൻസർ അല്ലെങ്കിൽ നിങ്ങളെ സേഫ് ആക്കി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾ എന്താ എവിടെയാ ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു സമയത്താണ് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വെക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സമയത്ത് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അത് എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണോ ഡീൽ ചെയ്യുന്നത്, അത് ഈവൻ ചില ആളുകൾക്ക് നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ എന്തെങ്കിലും ഗോൾ ആയിരിക്കാം, നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഒരു ഡിസയർ ആയിരിക്കാം. ഓക്കെ, സോ ചിലതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ അതിനോടുള്ള ഓവർ അറ്റാച്ച്മെന്റില് അത് എങ്ങനെ സംഭവിക്കും അങ്ങനത്തെ കാര്യത്തിനെ പറ്റി നിങ്ങൾ ഒരുപാട് ബോധർ ചെയ്യാതിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണോ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ഒബ്സസ്ഡ് ആക്കുന്നത്, ഓവർ തിങ്ക് ചെയ്യുന്നത്, അത് പ്രോബബ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം. ലെറ്റ്സ് സീ വാട്ട്സ് എ മെസ്സേജ് ഫോർ യു about your current situation. ഈ സമയത്ത് നിങ്ങൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരുപാട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില വിശ്വാസത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അത് പ്രോബബ്ലി നിങ്ങൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുന്ന് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു രീതിയിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ്സ് പോലും ചില പ്ലേസിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചില അകലം നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നിലും എൻഗേജ്ഡ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ തോട്ട്സ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്റ്റഡ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യത്തിലേക്കൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻഡ് ആക്കുന്ന കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ബാലൻസ്ഡ് അല്ലെങ്കിൽ ഒന്ന് സ്റ്റഡി ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫ്. ഓക്കെ, നിങ്ങളുടെ ജീവിതം വെച്ചിട്ട് നിങ്ങൾ പല പ്ലേസിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ ജീവിതം ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ആക്ഷനിലേക്ക് നിങ്ങൾ വരാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരിക്കലും നിങ്ങൾ ലൈഫിൽ എൻകറേജ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ടൈം, എസ്പെഷ്യലി ലൈഫ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ നിങ്ങൾ ഒരുപാട് കൺസിഡർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്, ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് പല ആളുകളും എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, നിങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്, നിങ്ങളുടെ ഒരു യൂണിക്നെസ് എന്താണെന്നുള്ളത് ഈ ഒരു സമയത്ത് പല ആളുകൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വേറെ എന്തൊക്കെയോ കാര്യത്തിലായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ്, നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ നിങ്ങളായിട്ട് കണ്ടെത്തുക. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് പല ആളുകളും നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നില്ല, നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, നിങ്ങളെ നോക്കുന്നില്ല. സോ നിങ്ങളുടെ തന്നെ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് വളരെ വേണ്ട ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ ഫോക്കസ്. നിങ്ങളുടെ പ്ലേസിൽ വന്ന് നിൽക്കുക, നിങ്ങളുടെ സ്പേസിൽ വന്ന് നിൽക്കുക, നിങ്ങളുടെ ശരീരവും മനസ്സും കണക്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. സോ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കാം. ഓക്കെ, സോ അവിടെ ചില ബാലൻസ് ആക്കിയിട്ട് ചില കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഡിസേർവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ആൾതാമസം ഇല്ലാത്തൊരു വീട് പോലെയാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നുണ്ടായിരിക്കും ഒരു ടൈം. ഓക്കെ, സോ
ഒന്നിൽ എന്ത് കാര്യങ്ങളും വന്നു പോകുന്നുണ്ടായിരിക്കണം, ആരും വേണമെന്നുണ്ടെങ്കിലും വന്നു പോകുന്നുണ്ടായിരിക്കണം. നിങ്ങൾ അതൊന്നും ബോദർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഒരു എക്സ്ട്രാ കെയർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ പുതിയ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് പുതിയ ഇഷ്ടങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ താല്പര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ പുതിയ താല്പര്യങ്ങൾ, നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക, പുതിയ താല്പര്യങ്ങളെ കണ്ടുപിടിക്കുക, പുതിയ ആഗ്രഹങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ പാഷൻ അല്ലെങ്കിൽ പുതിയ ജോബിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾ ജോബൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പുതിയ ജോബിലേക്ക് നോക്കുക. ആളുകളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ആളുകളിലേക്ക് വരിക, പുതിയ ആളുകളെ മീറ്റ് ചെയ്യുക, പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, പുതിയ പ്ലേസിലേക്ക് വരിക. കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് പ്ലേസിൽ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറി നിൽക്കുന്നതാണ് ചില ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കുള്ള പ്ലേസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ലൈക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത്, താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങളൊന്ന് മാറി നിൽക്കുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഫിസിക്കലി ഒന്നും മാറി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇമോഷണലി അല്ലെങ്കിൽ എനർജറ്റിക്കലി നിങ്ങൾ അതിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, ഞാൻ ഒരുപാട് പ്രഷർ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. ഓക്കെ, സോ റൺ 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 ബേബി റൺ. ചില ആളുകൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ ലൈക്ക് പെർഫെക്റ്റ് മൊമെന്റ് നോക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ട്, എവിടുന്നോ നിങ്ങൾ ലൈക്ക് അവിടെ എഗെയിൻ ലൈക്ക് എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം, ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, അതിനെപ്പറ്റി നിങ്ങൾ ഒരുപാട് എനർജി അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾക്ക് സംഭവിക്കുന്നത് നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാം ഓർഗനൈസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കണം. സോ ചില ആളുകൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഉള്ളത് അതെടുത്തിട്ട് നിങ്ങൾ പോവാം. ഓക്കെ, യാത്രേനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഡു ഇറ്റ് റൈറ്റ് നൗ. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു പെർഫെക്റ്റ് മൊമെന്റ് നോക്കാതെ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരാം. അതാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ആ ഒരു മൊമെന്റിലാണ് നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് തോന്നുക, ആ ഒരു മൊമെന്റിലാണ് നിങ്ങൾക്ക് വലിയൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് നിങ്ങളെടുത്ത് തന്നെ ഉണ്ടാവുക, നിങ്ങൾക്ക് ലൈഫിനോട് ഒരു ഇഷ്ടം തോന്നുക, ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാം, നിങ്ങളുടെ മനസ്സും ശരീരവും ഒരു രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കാം. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ ചില സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, മാരേജിനെ പറ്റി, റിലേഷൻഷിപ്പിനെ പറ്റി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെന്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ ഒരു പാർട്ട്നേഴ്സിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത് ചില കൺഫ്യൂഷൻസ് മേ ബി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ആക്ഷൻസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ റൈറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു റൈറ്റ് അട്രാക്ഷൻ കൊണ്ടുവരാൻ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്ലാഷസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ മ്യൂച്വൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ വരും. സോ അതിനൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എക്സാക്ട്ലി അട്രാക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ അട്രാക്ഷൻ നിങ്ങൾ ഡെഫിനറ്റ്ലി അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല. നിങ്ങൾ ചില ആളുകൾ നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ജോബോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ആൻഡ് ഫൈനലി നിങ്ങളുടെ ഒരു ഫസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ സഡൻ ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ആ ഒരു കാര്യത്തിന് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ ആ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലൊക്കെ പറ്റിയിട്ട് നിങ്ങൾ ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? ചില ആളുകളുടെ തോട്ട്സിൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതെങ്കിൽ ഡു ഇറ്റ് റൈറ്റ് നൗ. ഓക്കെ, എന്ത് ആക്ഷൻ ആണോ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക നിങ്ങളത് ചെയ്യുക. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല, നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ
എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ വലിയൊരു ബേർഡൻ ഇറക്കി വെച്ചൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്കൊരു കൺക്ലൂഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ച് പല കാര്യങ്ങളും അനലൈസ് ചെയ്യരുത്. ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാവുക, അപ്പോഴാണ് നിങ്ങൾക്ക് വലിയൊരു റിലീഫ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഒരു വിഷമമായിട്ടുള്ള ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, സോ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരിക. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മീറ്റിംഗ്സ്, ചില കണ്ടുമുട്ടല് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, കാരണം ചില ചെറിയ ചെറിയ ആക്ഷൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുന്ന ആക്ഷൻസ് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ ബോധർ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇനി ഒരുപാട് ആലോചിക്കാതെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരോ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.